ഞാൻ റെഡ് കോളിൻസ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 വാക്കുകൾ ഉൾക്കൊണ്ട അതേ മന്ത്രം കൊണ്ട് തന്നെയാണ് ന്യൂയോർക്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള യുവജനതയുടെ ഡ്രഗ്സിനോടുള്ള ആധിക്യം കുറച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അവിടെയുള്ള ഒരു കട വാടകയ്ക്കെടുത്ത് പ്രഭുപാദ സ്വാമി പൂജകൾ ആരംഭിച്ചു. അവരുടെ അമേരിക്കയിലുള്ള ശിഷ്യന്മാരെല്ലാം ചേർന്ന് കൃഷ്ണഭക്തിയെ അവിടെ പ്രചരിപ്പിച്ചു. 1965 ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ഒരു ചരക്ക് കപ്പലിൽ കയറി കൽക്കട്ടയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചു. ഈ കഥ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നിങ്ങളത് വിശ്വസിക്കില്ല. അദ്ദേഹം അമേരിക്കയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സാണ്. കയ്യിൽ നയാ പൈസയില്ല, ആരെയും പരിചയവുമില്ല. വിചാരിച്ചത് സാധിക്കാനുള്ള യാതൊരു മാർഗവും അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പരിശ്രമം ഒരു അന്തർദേശീയ പ്രസ്ഥാനം ഉടലെടുക്കുവാനുള്ള കാരണമുണ്ടായി. പഴയ ഭക്തി സൂക്തങ്ങൾ തർജ്ജമ ചെയ്ത ഒരു പുസ്തകം മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. ലൗകിക ജീവിതത്തിനെതിരായിട്ട് ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുമൂലമേ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അദ്ദേഹം അമേരിക്കയിലെത്തിയ സമയത്ത് മറ്റു ചില സമരങ്ങൾ കാരണം ശാന്തിയും സമാധാനവും ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ നിലവിലുണ്ടായിരുന്നത്. വളരെ പ്രത്യേകതയുള്ളൊരു സമയത്താണ് പ്രഭുപാദ അമേരിക്കയിൽ എത്തിച്ചേർന്നത്. ഞാൻ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ രേഖാമൂലം എഴുതി തന്നത് പാലിക്കുക. എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതമാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. പ്രഭുപാദ അമേരിക്കയിൽ എത്തിച്ചേർന്നത് വളരെ ചരിത്രപരമായ ഒരു സംഭവം നടക്കുന്ന സമയത്തായിരുന്നു. ശരിയായ സമയത്തായിരുന്നു അദ്ദേഹം എല്ലാവരുടെയും മധ്യത്തിലേക്ക് വന്നിറങ്ങിയത്. എല്ലാവരും വിശ്വസിക്കുന്നു ഞാനൊരു അമേരിക്കൻ, ഞാനൊരു ഇന്ത്യൻ, ഞാനൊരു യൂറോപ്യൻ, ഞാനൊരു ആസ്ട്രേലിയൻ. പക്ഷേ നമ്മളൊന്നും വെറും ശരീരം മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു ദൈവശക്തിയുണ്ട്. എന്റെ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്തെന്നാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നതാണ്. മറ്റൊരുവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സന്തോഷവാനായിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണമെന്നാണ് നമ്മൾ കരുതേണ്ടത്. അതെങ്ങനെ സന്തോഷമായിരിക്കണമെന്ന് നമ്മൾ അവരെ അറിയിച്ചു കൊടുക്കണം. ഹരേ കൃഷ്ണ എന്ന മന്ത്രം, എന്ന പ്രസ്ഥാനം തുടങ്ങിവെച്ച മഹാനായ സ്വാമി. ന്യൂയോർക്ക് പട്ടണം 1965. ന്യൂയോർക്ക് നഗരത്തിന്റെ തിരക്കിലൂടെ ഞാൻ നടന്നുകൊണ്ടിരുന്ന ഒരു സമയം. എന്റെ നോട്ടം മുഴുവനും ആ 5ാമത്തെ അവന്യൂവിലായിരുന്നു. സുഹൃത്തുക്കൾ ആരും തന്നെയില്ല, എന്റെ കയ്യിലൊന്നും തന്നെയില്ല. ഞാനൊരു നാടോടിയെ പോലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ന്യൂയോർക്കിലൊരു ക്ഷേത്രം പണിയണമെന്നുള്ള ആഗ്രഹം, എന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. ഞാൻ തർജ്ജമ ചെയ്യുവാൻ തീരുമാനിച്ചു. എന്റെ കൈവശമുള്ള ശ്രീമദ് ഭാഗവതത്തിന്റെ കോപ്പികളെടുത്ത് ഒരുപാട് യാതനകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ബുക്ക് സ്റ്റാളുകളിലേക്ക് ചെന്ന് എന്റെ പുസ്തകങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. ന്യൂയോർക്ക് നഗരം വളരെ ആഡംബരം നിറഞ്ഞതാണ്. പക്ഷേ ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ നിസ്സഹായനായിരുന്ന സമയത്ത് ഒരു കവിത എഴുതി. കൃഷ്ണ, എന്തിനെന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു? എന്നെക്കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയും? പക്ഷേ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് പിന്നിൽ തീർച്ചയായും ഒരു കാരണമുണ്ടായിരിക്കും. കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാനൊരു ഹിപ്പി ആയിരുന്നെങ്കിലും എനിക്ക് അറിയാനുള്ള ആഗ്രഹം വളരെ കൂടുതലായിരുന്നു. കാരണം ഞാൻ മുടി നീട്ടി വളർത്തിയ ഒരാളോ അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളോ ആയിരുന്നില്ല. പക്ഷെ എന്തിനെക്കുറിച്ചും അറിയാനുള്ള ഒരു ആകാംക്ഷ എന്നിൽ വളരെ കൂടുതലായിരുന്നു.
പ്രഭുപാതയെ ഞാൻ ആദ്യമായി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൻഹാട്ടനിലെ ഒരു സ്ട്രീറ്റിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി അതിലൂടെ നടന്നു പോകുന്ന ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് വെള്ളപ്പേപ്പറിൽ എഴുതിയൊരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്നിവിടെ ഒരു സ്വാമി എത്തിയിട്ടുണ്ടെന്ന്, നീ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോയി കാണണമെന്ന് അവൻ പറഞ്ഞു. ഞാൻ ആദ്യമായി പ്രഭുപാതയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം പ്രായം ചെന്ന ആളും അറിവുള്ള ആളും ഒറ്റയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന ആഗ്രഹം എനിക്ക് തോന്നി. ഞാൻ തെരുവുകളിലൂടെ ചുറ്റിക്കൊണ്ടിരുന്ന സമയം ഇവിടെയുള്ള ചെറുപ്പക്കാർ എന്നെ കണ്ടു. ഓരോരുത്തരായി എൻ്റെ അടുത്തേക്ക് വന്നു. പ്രഭുപാദയുടെ ഒരു അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. എല്ലാവരോടും അനുകമ്പയായിരുന്നു. അമ്പലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം നല്ലൊരു പാചക വിദഗ്ധനും കൂടിയായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ആഹാരം വളരെ ടേസ്റ്റി ആയിരുന്നു. ഞാൻ നൽകിയ വിരുന്നിനാണ് അവരെല്ലാവരും വന്നത്. ഓരോ ഞായറാഴ്ചയും ചുരുങ്ങിയതൊരു 200 പേർക്കെങ്കിലും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 വരെ ആൾക്കാരുണ്ടാകും. ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴവരതെല്ലാം ഉപേക്ഷിച്ചു. അവരിപ്പോൾ മാംസഭക്ഷണം കഴിക്കാറില്ല. അവരാരും തന്നെ മദ്യം, സിഗരറ്റ് ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാതായി. എന്റെ കടമ ഹരേ കൃഷ്ണ എന്ന് ജപിക്കലാണ്. ഈ മഹാമന്ത്രത്തിന്റെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത്. ഇതൊരു ആത്മീയമായ അറിവാണ്. ജാതി, മതം, വേഷം, അന്തസ് അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാത്തരം ജനങ്ങൾക്കും പങ്കുകൊള്ളാവുന്ന ഒന്നാണ്. എന്തെന്നാൽ ഇത് ആത്മാവിന്റെ ഉള്ളിൽ നിന്നും വളരെ ആഴത്തിൽ നിന്നും നേരിട്ട് വരുന്നതാണ്. അതിനുശേഷം പ്രഭുപാദ ഒരു നൂതനമായ കാര്യമാണ് അമേരിക്കയിൽ ചെയ്തത്. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ചൈതന്യ മഹാപ്രഭു ചെയ്തതുപോലെ ജപവും നൃത്തവും സങ്കീർത്തനവും സമന്വയിപ്പിച്ച് തെരുവുകളിലേക്ക് കൊണ്ടുവരേണ്ട സമയം ഇതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ടോംകിൻസ് സ്ക്വയർ പാർക്ക് 1966 ഒക്ടോബർ 9. അവരുടെ കയ്യിലൊരു വാദ്യോപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് അതിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതൊരു സാന്ദ്ര താളമായി ജനങ്ങളിലേക്ക് എത്തിക്കും. കാരണം അദ്ദേഹത്തിലൊരു മാന്ത്രികതയുണ്ടായിരുന്നു. അത് വളരെ വിശ്വസനീയവുമായിരുന്നു. അത് ലോകത്തിലുള്ള എല്ലാവരെയും അദ്ദേഹത്തിലേക്ക് ആകർഷിപ്പിച്ചു. ഈ ലോകത്തിലുള്ളവരെല്ലാം ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിയാൽ എന്താ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർ ഈ മന്ത്രത്തെ അതിന്റെ മൂർധന്യത്തിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് ശുദ്ധമായി തീരും. അതിനുശേഷം അവരാരാണെന്നുള്ള ശരിയായ അറിവ് അവർക്ക് തന്നെ മനസ്സിലാകും. 1960-കളില് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പലരും പല ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ലോകം ഒരു ദുഃഖകരമായ ഇടമാണ്. അത് ഇനിയും മോശമായിക്കൊണ്ടിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് ഭാരമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ അതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് ശ്രീല പ്രഭുപാദയും അത് തന്നെയാണ് നോക്കിയത്. അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു. ഞാനൊരു ഗാന്ധിയൻ അനുഭാവിയായിരുന്നു. 1920 അഹിംസാ പ്രസ്ഥാനത്തില് ഞാൻ ചേർന്ന് പ്രവർത്തിച്ചു. ഗുരുവിനെ കണ്ടതിന് ശേഷം അതെല്ലാം മാറി മറിഞ്ഞു. എല്ലാത്തിനും മുകളിലായിട്ട് പരമപ്രധാനമായിട്ട് ഒരു ശക്തി ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രീയമാവാൻ പാടില്ല, ആത്മീയമായിരിക്കണം. അലഹബാദ്, ഇന്ത്യ, 1936. ആ സമയത്ത് ഞാനൊരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയായിരുന്നു. ആ തിരക്കേറിയ മാർക്കറ്റിനകത്തുള്ള ആ കടയുടെ ഉടമസ്ഥൻ ഞാനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്റെ വ്യാപാരം വളരെ ഉന്നതിയിലെത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗുരു മറ്റൊരാവശ്യം ഉന്നയിച്ചു. ഈ പ്രാവശ്യം അത് കത്തുമുഖേനയായിരുന്നു. എന്റെ കയ്യിൽ നിന്നും നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ കത്ത് അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് എല്ലാവരുടെയും കൈകളിൽ എത്തിക്കുക. അത് നിനക്കും നന്മ നൽകും, അത് വായിച്ച് കേൾക്കുന്നവർക്കും നന്മ നൽകും. ഇതാണ് ഉപദേശമെന്ന ആ കുറിപ്പിലുണ്ടായിരുന്നു.
അതിനുശേഷം 1936 അദ്ദേഹം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. കാലം ചെല്ലുന്തോറും ധാരാളം അമേരിക്കൻ ചെറുപ്പക്കാർ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം 1966 ഞാൻ കൃഷ്ണഭക്തി സമാജം രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ പോലും ഇതാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഉറക്കെ പറയുമായിരുന്നു. അദ്ദേഹം ലോകം തന്നെ തല കീഴാക്കി വെച്ചു. ലോകത്തിലുള്ള എല്ലാ നാടിനെക്കുറിച്ചും അദ്ദേഹം നന്നായി പഠിച്ചു. ചില നേരം അദ്ദേഹം പറഞ്ഞു, ബ്രഹ്മാനന്ദ, നീ റഷ്യയിലേക്ക് പോകണമെന്ന്. ഗൗരിസുന്ദർ, നീ ജപ്പാനിലേക്കും പോകണം. ലോകത്തിലുള്ള എല്ലാ നാട്ടിലേക്കും ആളെ അയക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കണം, എന്റെ കൂടെ ഇരുന്നത് വെറും 12 ചെറുപ്പക്കാര് മാത്രമാണ്. ഹിപ്പി ഹിൽ, ഗോൾഡൻ ഗേറ്റ് പാർക്ക്, 1967. ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരത്തിൽ അദ്ദേഹം ആത്മീയത കോരിച്ചൊരിഞ്ഞു. അദ്ദേഹത്തിന്റെ അനുയായികൾക്കത് ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആത്മീയത മുഴുവനും നമുക്ക് കൂടെ ആവശ്യമുള്ളതായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു. ഒരു അത്ഭുതകരമായ ജീവിതമാ അദ്ദേഹം ജീവിച്ചത്. ഒരുപാട് സന്തോഷവാനായിരുന്നു. അതിനേക്കാൾ വലുതായി യാതൊന്നുമില്ല. ഞങ്ങൾ ഒരുപാട് സന്തോഷമായിട്ടിരുന്നു, നല്ലൊരു കുടുംബം പോലെ. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതായി. സ്വാമിജിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഈ ലോകം ഉപേക്ഷിച്ചു പോവാൻ സമയമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭക്തരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സെന്റ് ഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, അങ്ങനെ ലോകം മുഴുവനും കൃഷ്ണ ഭഗവാനടുത്ത് മനമുരുകി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെന്ന്. അദ്ദേഹം ഇപ്പൊ വന്നതേയുള്ളൂ. ഇനി ഒരുപാട് വർഷങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. അദ്ദേഹമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്റെ ഹൃദയമിടിപ്പ് താണു തുടങ്ങി. ശരീരത്തിന് ബലക്ഷയമായി തുടങ്ങി. എന്നെക്കൊണ്ട് കഴിയില്ല, ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വൃന്ദാവനത്തിൽ പോയി അവിടെ വിശ്രമിക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. ഇനി അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. 5 മാസത്തോളം ഞങ്ങൾ ആ ദുഃഖത്തിലാഴ്ന്നിരുന്നു. പ്രഭുപാദറിന് സുഖമായെന്നുള്ള കാര്യമാ ഞങ്ങൾ കേൾക്കാനിടയായത്. അങ്ങനെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ തിരികെ കിട്ടി. ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. എന്തുമാത്രം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രയും ചേർന്ന് നിൽക്കണം. അവർ വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ ചിന്തകൾക്ക് അതീതമാണ്. അന്ന് എനിക്ക് 20 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു. പിന്നീട് 60കളുടെ അവസാനത്തിലും 70ന്റെ ആരംഭത്തിലും ഇസ്കോന്റെ വളർച്ച വളരെ വലുതായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്നു ചേരാൻ തുടങ്ങി. അദ്ദേഹം തന്റെ കത്തുകളിലൂടെ എല്ലാ സ്ഥലവും നിയന്ത്രണ വിധേയമാക്കി. അദ്ദേഹത്തിന് നിരവധി ഭക്തരിൽ നിന്നും ദിവസവും അദ്ദേഹത്തിന് കത്തുകൾ വരുമായിരുന്നു.
ആ ഓരോ കത്തുകൾക്കും അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയാൽ മറുപടിയും കൊടുക്കുമായിരുന്നു. ഒരു കത്തിനും മറുപടി കൊടുക്കാതിരുന്നിട്ടുമില്ല. യഥാർത്ഥ ദൈവം എന്താണെന്ന് ദൈവത്തിന്റെ കരുണയിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വിഷയമാണ്. അത് അവരാണ് കാണിച്ചു തരേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ വെച്ച് അവരെ ഒരിക്കലും അളക്കാൻ പാടില്ല. അതാപിതേ ദേവ പദാംബുജദ്വയം. സാധാരണ എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം തർജ്ജമയിലേക്ക് കടക്കുന്നത്. രാത്രി ഏകദേശം 11 മണി മുതൽ പുലർച്ചെ 3-4 മണി വരെയൊക്കെ ഇരിക്കും. നിങ്ങളുടെ ആദ്യത്തെ കർത്തവ്യം നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ തന്നെ പൂർത്തീകരിക്കുക എന്നതാണ്. അതുതന്നെയാണ് ദൈവത്തിന്റെയും നിശ്ചയം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് പ്രഭുവാദ ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തരിശു ഭൂമികൾ കൃഷിഭൂമിയാക്കി മാറ്റുവാൻ പറഞ്ഞു. ദൈവം നമുക്ക് നൽകിയ വരപ്രസാദങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കാരണവശാലും അതിൽ കൃത്രിമത്വമില്ലാതെ അതിനെ പരിപാലിച്ച് പ്രകൃതിദത്തമായ എല്ലാം അതേപോലെ സംരക്ഷിക്കണമെന്ന് പ്രഭുപാദ ഞങ്ങളെ പഠിപ്പിച്ചു. ന്യൂസ് സെന്റർ 4. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ബൈബിള്, ഖുറാൻ പോലുള്ള മതഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ പൊരുത്തക്കേടുകൾ താങ്കൾ ശ്രദ്ധിക്കാറില്ലേ? ഇതിലൊരു പൊരുത്തക്കേടുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാത്തിന്റെയും അവസാനം ദൈവമാണ്. അതുകൊണ്ട് ദൈവം ആരെന്നറിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ കടാക്ഷം വാങ്ങണം. നിങ്ങൾ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ച് ജീവിച്ചോളൂ. പക്ഷേ ലക്ഷ്യം ഒന്നായിരിക്കണം. ദൈവം ആരെന്നറിഞ്ഞിരിക്കണം. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും. അദ്ദേഹത്തിന് ഒട്ടും ഭയമില്ല, ഭയങ്കര ധൈര്യശാലിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. എല്ലാവരും പറയും അതൊരിക്കലും സാധിക്കില്ല എന്ന്, അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്. ക്യൂബ രാജ്യത്തിന് മേൽ ബോംബുകൾ വർഷിക്കുന്ന സമയമായിരുന്നു അത്. 1971 റഷ്യക്ക് പോകാൻ വേണ്ടി അമേരിക്കക്കാർക്ക് വിസ കിട്ടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ മോസ്കോ വിമാനത്താവളത്തിൽ ഇറങ്ങി. എന്റെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീത കണ്ടതും ഉടൻ തന്നെ അവർ പോലീസിനെ വിളിച്ചു. കസ്റ്റംസുകാർ വന്ന് പരിശോധന തുടങ്ങി. ആ പോലീസ് അധികാരി വളരെ സാധുവായിരുന്നു. ഇതൊന്നും വലിയൊരു കുറ്റമല്ല, അദ്ദേഹത്തെ ജയിലിൽ അയക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ചർച്ചുകളുടെ മുന്നിലൂടെ പോകുമ്പോൾ തോക്കുകൾ എന്തിയ പട്ടാളക്കാർ അവിടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. ആരും ഉള്ളിലേക്കോ പുറത്തേക്കോ പോകുന്നില്ല. അന്നേരം പ്രഭുപാദ പറഞ്ഞു, വളരെ സാധാരണക്കാരായ ഇവിടുത്തെ റഷ്യൻ ജനങ്ങൾ അവർ വളരെ നല്ലവരാണ്. പക്ഷേ അവരുടെ പൂർവികർ തന്നെയാണ് അവരുടെ പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചത്. ഞാൻ എന്റെ പണം മാറ്റിയെടുക്കാൻ ഒരു ബാങ്കിൽ പോയി. അവിടെ പുറത്ത് 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ പ്രഭുപാദയെ കാണാൻ വേണ്ടി എന്റെ കൂടെ വന്നു. ഞാൻ എന്റെ ഭഗവത്ഗീത കൊടുത്തു. ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി എടുത്ത് അത് റഷ്യൻ ഭാഷയിൽ തർജ്ജമ ചെയ്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നിട്ട് കൂടി അതവിടെ പ്രചരിപ്പിച്ചു. ആ ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ആയിരക്കണക്കിന് കൃഷ്ണഭക്തന്മാർ അവിടെ ഉണ്ടായത്. സെപ്റ്റംബർ മാസം അവസാനം ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. ആ ലിസ്റ്റിൽ 20 പേരുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ളവര് ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തോടൊപ്പം ചേരണമെന്നും കൂടെ പറഞ്ഞു. ഞാനൊരു സ്വപ്നമാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇന്ത്യയിലേക്ക് യാത്രയായി. അമേരിക്കക്കാരായ ഞങ്ങള് തലമുണ്ടനം ചെയ്ത് കുടുമി കെട്ടി മൃദംഗമൊക്കെ വായിച്ചതും സ്ത്രീകൾ പുടവ ചാർത്തി നൃത്തം ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ അവർക്കതൊരു പുതിയ കാഴ്ചയായിരുന്നു. അമേരിക്കയെന്നോ യൂറോപ്പെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരു കൊടുങ്കാറ്റായി ഇവിടെ മാറിക്കഴിഞ്ഞിരുന്നു. വിദേശ രാജ്യത്തിൽ നിന്നുള്ള സന്യാസിമാരെ ഇന്ത്യയിൽ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ലായിരുന്നു. പ്രഭുപാദ തന്റെ വിദേശ അനുയായികളെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ സംസ്കാരമാണ് ഈ രാജ്യത്തിന്റെ സ്വത്ത്. അത് നിങ്ങൾ മറന്നു, എതിർത്തു. അത് വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ മറന്നതെല്ലാം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പല കൃഷ്ണഭക്തന്മാരും ശബ്ദ മലിനീകരണത്തിലൂടെ പൊതുജനങ്ങൾക്ക് ഒരു ശല്യമായി തീരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മറ്റു മതഭ്രാന്തന്മാരെ പോലെ ഇവരെയും ചിത്രീകരിച്ചാൽ അത് തെറ്റായ സന്ദേശമാണെന്നാണ് കൃഷ്ണഭക്തർ പറയുന്നത്. ആത്മീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ളവര് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് ഈ പ്രസ്ഥാനത്തിൽ ചേർന്നവരാരും തന്നെ
അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചേരുന്നതല്ല, മനസ്സ് വശീകരിക്കുന്ന എന്തോ ഒന്ന് ഉപയോഗിച്ച് അവരുടെ തലച്ചോറിനെ വശപ്പെടുത്തുന്നതാണെന്ന്. പ്രഭുപാദ പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തലച്ചോറിനെ വശപ്പെടുത്തുന്നുണ്ടെന്ന്. കാരണം ആ തലച്ചോറിൽ കുറച്ച് അഴുക്കുണ്ട്, അത് നമ്മൾ ശുദ്ധീകരിക്കണ്ടേ. ഈ വഴക്ക് ജനങ്ങൾക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും ഇടയിലുള്ളതാണ്. 2 ഭക്തന്മാരുടെ പേരിൽ ന്യൂയോർക്ക് സിറ്റിയിലുള്ള സുപ്രീം കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് വരികയുണ്ടായി. ഈ കുറ്റാരോപണം പരിപൂർണമായിട്ടും ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരാണ്. പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രതിരോധങ്ങളെല്ലാം തന്നെ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ഭക്തിരസാമൃതം, ഉപദേശാമൃതം, ഈ പുസ്തകങ്ങൾ മാത്രം മതി നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇതിലേക്ക് പ്രതിരോധിച്ച് നിൽക്കാമെന്ന്. എതിർപ്പുകൾ കൂടിക്കൂടി വരുന്തോറും അദ്ദേഹത്തിന് ശക്തിയും അധികമായി വന്നു. നല്ലൊരു പോരാളി, നല്ല പോരാട്ടങ്ങൾ കാഴ്ചവെച്ച വ്യക്തി. 6 മാസങ്ങൾക്ക് ശേഷം വിചാരണയ്ക്കൊടുവിൽ ന്യൂയോർക്ക് സുപ്രീം കോടതി ജഡ്ജി ലേഹിയുടെ വിധി പ്രസ്താവന ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഇന്ത്യയിൽ നിലനിന്ന് പോന്നിരുന്ന ഒരു നല്ല മതത്തിന്റെ സത്യസന്ധമായ മൂല്യങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് എന്നാണ്. ന്യൂയോർക്ക് സിറ്റി, 1976, 5ാമത്തെ അവന്യൂ. പ്രഭുപാദയെ സംബന്ധിച്ചത് വലിയൊരു വിജയം തന്നെയായിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ കൃഷ്ണഭക്തരായി മാറിക്കഴിഞ്ഞ് ദൈവിക കടാക്ഷം നേടിയെടുത്ത് അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഭൂരിഭാഗവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ലോകം തന്നെ കാപട്യമില്ലാത്ത വൈകുണ്ഠമായി മാറും. ദൈവത്തിന് സ്തുതി. കൃഷ്ണ ഭഗവാന് മേലുള്ള അമിതമായ വിശ്വാസം എല്ലാ തടസ്സങ്ങളെയും നീക്കി വഴിയൊരുക്കുമെന്ന് പ്രഭുപാദ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം എല്ലാറ്റിനേക്കാളും ശക്തി തരുന്നതാണെന്നും ഒരു വലിയ സുനാമി തന്നെ വന്നാൽ പോലും നമുക്കൊന്നും സംഭവിക്കില്ല. അദ്ദേഹം തന്റെ ഉള്ളിലുള്ള സ്നേഹം ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും പകർന്നു നൽകി. ആ സ്നേഹമാണ് അദ്ദേഹത്തെ എല്ലാവരിലും വ്യത്യസ്തനാക്കിയത്. അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യവും. അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരെയും സ്നേഹിക്കുക. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ശിഷ്യരെ, എനിക്ക് ചില സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഒരുപാട് അവശതകളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ സംരംഭം ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ബൃന്ദാവനം, ഇന്ത്യ, 1977. ശാരീരികമായി അദ്ദേഹം ക്ഷീണിതനായിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ ചിന്തകളെ ഒരിക്കലും തളർത്തിയിരുന്നില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു വ്യക്തി എന്ന് പറയുന്നത് കേവലം ശരീരം മാത്രമല്ല. അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ ഭാഗവതം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് തനിയെ വെറും ഈ കൈത്താളങ്ങൾ മാത്രമാണ് എടുത്തിട്ട് വന്നത്. പക്ഷെ ഇപ്പോഴോ നിങ്ങൾ ഒരുപാട് പേര് ഹരേകൃഷ്ണ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ വിജയം. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം തന്നെ കൃഷ്ണന്റെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഈ ഉണർവ് തന്നെയാണ്
ശരിയായ കൃഷ്ണകടാക്ഷം. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ 1977 നവംബർ 14 ഇഹലോകവാസം വെടിഞ്ഞു. 12 വർഷത്തിൽ 14 പ്രാവശ്യം ലോകം ചുറ്റി സഞ്ചരിച്ചു. 6 രാജ്യങ്ങളിൽ 108 അമ്പലങ്ങളും കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകരെയും സൃഷ്ടിച്ചു. 25 ഭാഷകളിലായി 6 കോടി പുസ്തകങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. വെറും മുന്നറിയിപ്പ് മാത്രമായിരുന്ന കൃഷ്ണന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് 820 ക്ഷേത്രങ്ങൾ, കർഷക സമൂഹങ്ങൾ, ഭോജനശാലകൾ, സ്കൂളുകളും കോളേജുകളും, 87 ഭാഷകളിൽ 52 കോടി പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട് ഇന്ന് പ്രചാരത്തിലുണ്ട്. 30 ലക്ഷം സസ്യാഹാരം ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. One more time.